ഹായ് ഗായ്സ്, അപ്പോൾ ഇത് വീറ്റ് പ്രൊഫഷണൽ ഫുൾ ബോഡി വാക്സ് സ്ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലുള്ള ഹെയർസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ വഴി ഇൻസ്റ്റമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അതിൻ്റെ വൈപ്സൊക്കെയാണ്. ഇങ്ങനെ ഒട്ടിക്കാതെ ഇതിപ്പോൾ എങ്ങനെ വലിക്കും? ഇങ്ങനെ എന്തോ അവരിട്ട് തേക്കും നന്നായിട്ട്. അയ്യോ എനിക്ക് കൈയും കാലും ഒക്കെ പെരുക്കുന്നു. വേദനയുണ്ടോ? അല്ല അത് ഇപ്പൊ ഇളക്കില്ലേ പിന്നെ അതങ്ങ് ഞാൻ വിചാരിച്ച് ഫ്ലോപ്പ് കൊള്ളാലോ. നിന്നോട് മലയാളത്തിലാണോ പറഞ്ഞേ? അവർക്കൊക്കെ ചെയ്ത് ശീലമുണ്ട്. ചൂട് വാക്സ് ഒട്ടിച്ചിട്ടെ ഇപ്പൊ പിന്നെ വലിയ വേദനയായിട്ടൊന്നും കാണിക്കുന്നില്ലല്ലോ. സഹിക്കും. ഫിംഗറായിരിക്കും സെറ്റ്. പക്ഷെ അത്രയും വലിയ ഇതില്ലല്ലേ. ഒരു അതൊക്കെ ചെയ്ത് ശീലം കറക്റ്റായിട്ട് തേച്ചേ അത് കറക്റ്റായിട്ട് വെച്ച് തേച്ച് ശീലമുള്ളവരാണെങ്കിൽ വാക്സ് ചൂടാക്കിയിട്ട് പാർലർ ചെയ്യുമ്പോ സ്ട്രിപ്പ് വെച്ചും ചെയ്യാം. അല്ലാതെ ഇങ്ങനെ വാക്സ് ചൂട് വാക്സ് ഒക്കെ വെച്ചിട്ടേ വലിയ പ്രശ്നം. ഇതുപോലെ തന്നെ എന്തായാലും വേന ഉണ്ടാവും. എല്ലാം കൂടി ഒരുമിച്ചാണെങ്കിൽ വലിയ സീനില്ലെന്ന് തോന്നുന്നു. അത് നമുക്ക് പിന്നെ ക്ലിയറിങ് കൊടുക്കാം. ബാക്കി നീ ഷേവ് ചെയ്തോളാം. അതാണ് നല്ലത്. വേദനയില്ല. അല്ല ഞാൻ ചോദിച്ചോട്ടെ, അതല്ലേ എളുപ്പം? എളുപ്പം അതാ. പക്ഷെ എന്താണെന്നറിയോ, പിന്നെ വരുന്ന ഹെയർ നല്ല കട്ടിയുമായിരിക്കും, സോഫ്റ്റ് ആയിരിക്കില്ല, നല്ല കട്ടിയായിരിക്കും. പിന്നെ കുറ്റിയായിട്ടായിരിക്കും വരുന്നത്. നിൽക്കും നമ്മൾ എത്ര ഷേവ് ചെയ്താലും. പക്ഷെ വാക്സ് ആകുമ്പോൾ അത് നല്ല അടിയിൽ നിന്ന് അല്ല എത്ര സ്ട്രിപ്പ് കാണും. ട്രൈ ചെയ്ത് നോക്കാം. ഇതെന്ത് വേദന? വേദനയൊന്നും ഇല്ല. അല്ല ഇത് വന്നില്ലെന്ന് ഗമ്മില്ല. ഫസ്റ്റത്തെയാണ് പ്രശ്നം. പിന്നെ ഈ ചെറുത് വരുമ്പോൾ വലിയ പ്രശ്നം വരില്ല. കണ്ട എനിക്ക് തന്നെ വേദന എടുക്കുന്നു. പക്ഷെ ഇതിനകത്തുള്ള പശയ്ക്ക് കുറച്ച് പശ കുറവാന്ന് തോന്നുന്നു. അല്ലേ വാക്സ് നല്ലതായിട്ട് തേച്ചിട്ട് പിടിച്ച ഫിനിഷിങ് കിട്ടുന്നില്ല. എനിക്ക് തന്നെ അതാ ഒറ്റ വലി വലിക്കണം. അപ്പോൾ നെക്സ്റ്റ് ഇനി എൻ്റെ ഊഴമാണ്. അപ്പോൾ ചേച്ചി ഇതിനകത്ത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാനാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ചീറ്റിപ്പോയി. ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു ക്ലീൻ വാക്സിങ് നടന്നില്ല. നന്നായിട്ട് തേച്ച് പശ മുഴുവൻ എൻ്റെ കയ്യിലായി. ഇളകിയിരുന്നല്ലോ. അവിടെ നല്ലടാ, അപ്പുറത്തെ സൈഡിൽ തന്നെ എടുക്കാം. നൈസ്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അത് വലിച്ചെടുത്തപ്പോഴേക്കും ക്ലീനായിട്ട് അതിൻ്റെ ഹെയർ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനി പുറത്ത് വൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ടെക്നിക്ക് ആക്ച്വലി പിടിയിട്ട്? അപ്പോൾ നമ്മളിതിൽ ഇത് ഒട്ടിക്കുമ്പോഴേക്കും സ്ട്രിപ്പ് ഒട്ടിക്കുമ്പോഴേക്കും ഹെയറിൻ്റെ ഡയറക്ഷനിലേക്ക് വേണം നമ്മളിത് തുടയ്ക്കാൻ. എന്നിട്ട് തിരിച്ച് നമ്മളിത് തടവിയതിന് ശേഷം എഗെൻസ്റ്റ് ഹെയർ ആയിട്ട് വേണം നമ്മളിത് എടുക്കാൻ. അതായത് ഒട്ടിച്ചിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ വേണം നമ്മളിത് വലിച്ചെടുക്കാൻ. ഞാനൊരു കണ്ടന്റ് ഇല്ലാതിരിക്കുകയായിരുന്നു. താങ്ക് യു. ഇതുപോലെ വേറെ എന്തെങ്കിലും നല്ല ആചാരങ്ങൾ അവന് അടയ്ക്കുന്നവരെ ഇങ്ങോട്ടേക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യം പറയരുത് എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇപ്പം മോളിലൊക്കെ ചെന്ന് പാട്ടാക്കിയിട്ടുണ്ട്. കണ്ടിരുന്നെങ്കിൽ പാട്ടാക്കിയേനെ.
നൈസ് നൈസ്. ഇപ്പം ആക്ച്വലി പ്രൊഫഷണലായി. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അത് ചെയ്തപ്പോഴേക്കും കറക്റ്റായിട്ട് എനിക്കത് പുള്ള് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിനകത്ത് ഉള്ള ആ ഒരു ടെക്നിക്ക് എന്താണെന്നുള്ളത് പിടികിട്ടി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഓക്കെ ആയി. സോ എങ്കിലും ഇതിനകത്ത് 20 സ്ട്രിപ്സാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ 20 സ്ട്രിപ്സിൽ തന്നെ 2 കയ്യിലുള്ള ഹെയർസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പാടായിരുന്നു. കാരണം അവസാനമൊക്കെ ചെറിയ ചെറിയ ഹെയർസൊക്കെ ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. കുറച്ച് ടൈം എടുത്തു. ഇൻഎക്സ്പീരിയൻസ്ഡ് ആവുന്നതിൻ്റെ ഭാഗമായിരിക്കാം. കുറച്ച് അത് ടെക്നിക്ക് പിടികിട്ടി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ബീറ്റിൻ്റെ പ്രോഡക്റ്റാണ്. കുറച്ച് ഒരു 1.5 അവർ എടുത്തിട്ടുണ്ടെങ്കിലും വളരെ ക്ലീനായി വളരെ ഒരു ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.